ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് ശംഖുപുഷ്പത്തിൻ്റെ പൂ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഈ ഒരു ചെടി, എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടാവും. എന്നാലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂ പറിച്ചെടുത്ത് നല്ല പോലെ വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടണം. അതിനുശേഷം ഓരോ പൂവിൻ്റെയും ആ പച്ച കളർ കാണുന്ന ഞെട്ടെടുത്ത് മാറ്റേണ്ടതാണ്. പിന്നീട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് ഈ പൂവെല്ലാം അതിലിട്ടതിന് ശേഷം നല്ലപോലെ തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ചതിന് ശേഷം ഇതുപോലെ നല്ലൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇതുപോലെ നല്ലപോലെ അരിച്ചൊഴിക്കേണ്ടതാണ്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്! ഇപ്പോൾ തന്നെ ഇത് കുടിക്കാൻ തോന്നില്ലേ? വേണമെങ്കിൽ ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷവും കുടിക്കാവുന്നതാണ്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. പിന്നെ ഇതിനോട് നാരങ്ങാ നീര് പിഴിഞ്ഞും ചേർത്ത് കുടിക്കാവുന്നതാണ്. അതും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നാരങ്ങാ നീര് ചേർക്കുമ്പോൾ അതിൻ്റെ കളറ് കുറച്ചൊന്ന് ചേഞ്ച് ആവും. ഇങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ലെമൺ ടീ ഒക്കെ കുടിക്കാറില്ലേ, അതുപോലെ തന്നെയാണ് ഇതും കുടിക്കുന്നത്. ഇതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് തിളപ്പിച്ച വെള്ളം ദിവസേന നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഷുഗർ കൺട്രോൾ ചെയ്യാനും അതുപോലെ സ്കിന്നിനും വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ. താങ്ക്